ഓ ഹലോ ഗായ്സ് തേജാസ് ഫോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ പുതിയൊരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചീറ്റ് കോഡ്സ് പരിചയപ്പെടുന്നത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട വീഡിയോയ്ക്ക് നമുക്ക് 20K വ്യൂസ് കിട്ടിയ കേസൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതുവരുന്നു തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഞാൻ ഇപ്പോഴേ നന്ദി പറയുന്ന കേസൊക്കെ. അപ്പം 20K വ്യൂസ് തന്നല്ലോ, വളരെ നന്ദി പറയുന്നു. അപ്പം എന്തായാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ വേറൊരു പാർട്ടിടാന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ 4ാമത്തെ പാർട്ടാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ ഇടാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ചീറ്റ് കോഡ്സ് തന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇതിനകത്തൊരു ബിഗ് സർപ്രൈസ് ഉണ്ട് കേസൊക്കെ. ചീറ്റ് കോഡ്സ് ഞങ്ങളൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഒരു ബിഗ് സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് തരും കേസൊക്കെ. അപ്പം സർപ്രൈസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേസൊക്കെ. നമ്മൾ വരുന്ന വഴിയാണ് കേസൊക്കെ. വരുന്ന വഴിയിൽ രണ്ടോമാർ ഇവിടെ എന്തോ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസൊക്കെ. രണ്ട് വണ്ടി കിട്ടേണ്ട ഉരച്ച് കളിക്കുന്നോ? കൊള്ളാമല്ലോ. കപ്പിൾസ് ആണോ? അല്ലല്ലോ, രണ്ട് ആണുങ്ങളാണല്ലോ. പറ്റത്തില്ല. എന്തോ ഇത് പൊതു റോട്ടിൽ കിടന്ന് ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല കേസൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേസൊക്കെ. ഒന്നും വിചാരിക്കില്ല നിങ്ങൾ. ഓഹ് എന്താ മനസ്സുഖം കത്തിയിരിഞ്ഞു പോയി. ഓക്കെ കേസ്. അപ്പം നമ്മുടെ എന്തായാലും വീഡിയോ ഞാൻ എന്തായാലും ഡിലേ ആക്കുന്നില്ല. 8 മിനിറ്റ് മാത്രം ഞാൻ എൻ്റെ വീഡിയോ എടുത്തുള്ളൂ കേസൊക്കെ. അപ്പം ഈ 8 മിനിറ്റിലേ ഉള്ളൂ. അപ്പം നിങ്ങൾ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക കേസൊക്കെ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേസൊക്കെ. എനിക്ക് അത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ കേസൊക്കെ. നമുക്ക് പോവാം കേസ്. ഓക്കെ, നമുക്ക് പോവാം കേസ്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ചെറിയ വിശാലമായൊരു സ്ഥലമാണ് കേസൊക്കെ. ആ ഒരു വിശാലമായ സ്ഥലം നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യണം കേസ്. ഓക്കെ, ലംബോർഗിനി എങ്ങോട്ട് പോയി കേസ്. ഓക്കെ, എന്തായാലും പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, ലംബോർഗിനി ഞാൻ ഒരു സ്റ്റിക്കി ബോംബ് വിട്ടായിരുന്നു. ഓക്കെ, അത് പൊട്ടിത്തെറിച്ച് പോയി കാണാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതോ ഡീസ്പോൺ ആയി കഴിഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളെന്തായാലും ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്ന ഒരു ഗ്രൗണ്ടാണ് കേസ്. ഗ്രൗണ്ട് പോലുള്ള പ്ലെയിൻ പോലുള്ള സ്ഥലമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ കാർഡ്സ് അങ്ങനെയുള്ളതൊക്കെ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ കേസൊക്കെ. നമുക്ക് പോവാം. ഇതൊന്നും വേണ്ട, ഈ ഒരു സ്ഥലമൊന്നും വേണ്ട. നമുക്ക് നല്ല സ്ഥലവും വേണം കേസൊക്കെ. നല്ല സ്ഥലം ഇവിടെയൊക്കെ കുറേ നോക്കിയിട്ടുള്ള ഞാൻ. ഓക്കെ കേസ്, അത് ആ ഒരു ബിൽഡിംഗ് കൊള്ളാമല്ലോ. ആ ബിൽഡിങ്ങിലോട്ടൊന്ന് പോയാലോ? ഡിഫൻഡർ എന്ന് ഇടിച്ച് കേസ്. എൻ്റെ ഡിഫൻഡർ ചെന്ന് ഞാൻ തന്നെ ഇടിച്ച് കയറിയിട്ടുണ്ട് കേസൊക്കെ. എന്തായാലും ഈ ബിൽഡിംഗ് കൊള്ളാം. ഈ ബിൽഡിങ്ങിനകത്ത് വെച്ച് നമുക്ക് ചീറ്റ് കോഡ്സ് നിങ്ങളൊക്കെ പരിചയപ്പെടുത്തിയാലോ? അത് മതി കേസൊക്കെ, അത് മതി. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. യെസ്, ഇത് തന്നെ. ഓക്കെ കേസ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫൻഡർ എന്തായാലും നമുക്ക് നൈസിന് ഇവിടെ ആയിട്ട് പാർക്കിംഗ് കേസൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മെയിൻ വാഹനം ഡിഫൻഡർ തന്നെയാണ്. പക്ഷേ എനിക്ക് വേറൊരു മെയിൻ വാഹനം കൂടെ, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചീറ്റ് കോഡ്സ് പരിചയപ്പെടുത്തുന്ന ആ ഒരു ഇത് നമുക്ക് ശുഭമായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് പറയട്ടെ കേസ്. മിക്കവരുടെയും ഒരു ആശയായ എന്നാൽ കുഴപ്പമില്ലാത്തൊരു സൂപ്പർ വണ്ടിയാണ്. ഏകദേശം ഫോർച്യൂണറിൻ്റെ പോലൊക്കെ ഇരിക്കും. അതാണ് നമ്മുടെ സ്വന്തം ലെജൻഡർ. യെസ്. അപ്പോൾ ലെജൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേർക്ക് ഇഷ്ടമാണ് കേസ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത് സൂപ്പർ വണ്ടിയാണ് കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലെജൻഡർ എന്ന് പറഞ്ഞെടുത്ത്. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ മെയിൻ വാഹനം. ഓക്കെ, മെയിനായിട്ടുള്ള വാഹനം. ഓക്കെ, മൈൽ വാഹനമല്ല, മെയിൻ വാഹനം. അപ്പം നമുക്ക് എന്തായാലും അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കാണും ഈ സാധനം. അതാണ് നമ്മുടെ റിക്ഷ അല്ലെങ്കിൽ ഓട്ടോ. വേണ്ട കേസ്, ഓട്ടോ. സൂപ്പർ അല്ലേ? ഓട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയുന്നിടത്ത് നമുക്ക് അഥവാ മിലിറ്ററിയിലെങ്ങാനും ചേർന്നാലുണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല, നമുക്കൊരു ടാങ്ക് എടുക്കേണ്ടി വന്നേക്കാം. അപ്പം നമ്മൾ ഈ ഒരു ടാങ്ക് എടുത്താൽ മനസ്സിലാകുന്നുണ്ടോ? 4040 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടാങ്ക് എടുക്കാനായിട്ട് സാധിക്കും കേസൊക്കെ. സൂപ്പറായി. ഇതൊന്ന് ഓട്ടിച്ച് നോക്കണം കേസ്. ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് റേസ് വണ്ടിയല്ല, അതൊരു മൃഗമാണ് കേസ്. വണ്ടിയല്ല, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. ഒരു മൃഗമാണ് കേസ്. ഓക്കെ, നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു തുടരുന്ന പറഞ്ഞ സിനിമ ഇറങ്ങിയില്ലേ, അതിനകത്തൊക്കെ ഏകദേശം റിലേറ്റ് ചെയ്ത് വരുന്നൊരു മൃഗമാണ് കേസ്. ഓക്കെ, ബഫല്ലോയോ കേസ്. എലഫൻ്റ് ആണല്ലോ വരേണ്ടത്. 10 അടിച്ചു കഴിഞ്ഞാൽ എലഫൻ്റ് ആണ് വരേണ്ടത്. ഇതെന്തോ ബഫല്ലോ വന്നത് എനിക്കറിയില്ല. ഇതെന്തുവാ? ഞാൻ എലഫൻ്റിനെയാണ് കേസ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് വല്ലാത്ത പരിപാടിയായി പോയി. അയ്യോ, എന്നെ ഒന്ന് കുത്തിയിടാൻ നോക്കുന്ന
എന്നെ കുത്തിയിടാൻ അനുമോൻ വളർന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഇരുന്നോട്ട്. ഇനി മേല എന്നെ കുത്തിയിടുന്ന സമയത്തൊന്നും ആലോചിക്കണം കേട്ടോ. അയ്യോ എൻ്റെ വണ്ടികളുടെ അവിടെ നിന്ന് മാറും. പിന്നെ വണ്ടികളുടെ അവിടെ നിന്ന് മാറിയാണ്. അയ്യോ അങ്ങോട്ട് വീട് നശിപ്പിക്കില്ല കേട്ടോ. പോത്താന്നും ഞാൻ നോക്കത്തില്ല. നമുക്കതിൻ്റെ ഒരു പേര് വേണമല്ലോ കേസ്. ഗോവർദ്ധൻ എന്നല്ല പേരിടാം. യെസ് ഓക്കെ കേസ്. അപ്പം നമുക്ക് നൈസിന് തന്നെ ഇതിനങ്ങ് ആക്ടിവേറ്റ് ചെയ്തേക്കാം. എന്താ മനസ്സുഖം. ഇനി മേല പക്ഷെ നമ്മുടെ ലെജൻഡർ കത്തിപ്പോയി കേസ്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ലെജൻഡർ ഒരു പ്രാവശ്യം എടുക്കാം. എനിക്ക് വണ്ടിക്കാണ് ക്ഷാമം. ഓക്കെ നമ്മൾ നൈസ് നമ്മുടെ ലെജൻഡർ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേസ്. ഓക്കെ നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം ഫെറാറി കേസ്. ഓക്കെ ഫെറാറി എടുക്കാൻ അത്ര പാടൊന്നുമില്ല. 8811 അത്രേ ഉള്ളൂ. അതെടുത്ത് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഫെറാറി കിട്ടും കേസ്. ഓക്കെ നല്ല പവറാണ് കേസ് കേട്ടോ ഈ ഫെറാറിക്ക്. അതുപോലെ തന്നെ ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു വണ്ടിയാണ് എൻഡോവർ. എല്ലാവർക്കും അറിയാമായിരിക്കും, മിക്കവർക്കും അറിഞ്ഞുകൂടാ, ചിലവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ എൻഡോവർ. മനസ്സിലാവുന്നുണ്ടോ? ഈ എൻഡോവറിൻ്റെ ഈ പഴയ എൻഡോവർ ഉണ്ട് കേസ്. ഓക്കെ ഈ പഴയ എൻഡോവർ അതാണ് ഏറ്റവും കൂടുതൽ എൻഡോവർ. ഏകദേശം പജേറ പോലൊക്കെ ഇരിക്കും കേസ്. ഓക്കെ പഴയ എൻഡോവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ എനിക്ക് ഈ രാവിലെ ഓക്കെ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ കേസ്. ഓക്കെ അതാണ് എനിക്ക് ഈ രാവിലെ രാത്രിയാക്കി മാറ്റണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് ഒരു ചീക്കോ അടിച്ചു കൊടുത്താൽ മാത്രം മതി. മനസ്സിലാവുന്ന കേസ്. ഈ രാവിലെ രാത്രിയാക്കണമെങ്കിൽ ഞാൻ വെറും 9 അടിച്ചു കൊടുത്താൽ മാത്രം മതി. അയ്യോ ഗൈസ് രാത്രി ആവുന്നില്ലല്ലോ, എന്തോ പറ്റി? 9 അടിച്ചു കഴിഞ്ഞാൽ രാത്രി ആവുമെന്നാണല്ലോ ഗൈസ്. എനിക്കറിയില്ല ഗൈസ്, ഞാൻ എന്തായാലും അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. പക്ഷേ ഇതല്ല നമ്മുടെ സർപ്രൈസ്. നമ്മളൊരു കുതിരേനെ എടുക്കാൻ പോവാണ് കേസൊക്കെ. കുതിരയുടെ ചീറ്റ് ആർക്കും അറിഞ്ഞിട്ടില്ലോ. 200 അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ കുതിരേനെ കിട്ടും കേസൊക്കെ. നമ്മളെ മോനെ നമ്മൾ വാളയാർ പരമശിവ അല്ല, എന്തായിരുന്നു തെച്ചിക്കോട്ട് രാമനല്ലേ, എന്തുവാ പറയുന്നത് ഞാൻ. പറക്കുന്നു, അയ്യോ കുതിര പറക്കുന്നു. ഈശ്വര കുതിര പറക്കല്ലേ. ചാടുന്ന നൈസ്. ഓക്കെ നമ്മളെന്തായാലും കുതിരയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേസ്. ഓക്കെ എന്തിനാണോ കുതിര, ഭയങ്കര സ്പീഡുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് എന്ത് വരുന്നു 7112 മൂൺ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഷീറ്റ് ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിലുള്ള ഗ്രാവിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും കേസ്. ഓക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ കേസ്? അതെ നമുക്ക് 7112 അടിച്ചു കഴിഞ്ഞാൽ മൂണിലുള്ള ഗ്രാവിറ്റി നമുക്ക് ഈ ഒരു ഭൂമിക്കകത്ത് കിട്ടുന്നതായിരിക്കും കേസ്. ഓക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ചീറ്റ് കോഡ് കാണാനൊക്കെ അടിച്ച് നോക്കി. ഓക്കെ കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ